ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമുക്ക് ഒരു വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. മിക്കവാറും അല്ലെങ്കിൽ കുറച്ചൊക്കെ പേരെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇതേപോലെ ഉണ്ണികൾക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ വെയിറ്റ് കുറവാണെന്നുള്ളത്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെക്കപ്പിന് പോകുന്ന സമയത്താവട്ടെ നമ്മളറിയാം നമുക്കും അതേപോലെ തന്നെ ഉണ്ണിക്കൊക്കെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയോ കലക്കി കുടിക്കാനായിട്ടൊക്കെ തരാറുണ്ട്. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ടും പറയാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാച്ചുറലായിട്ട് വെയിറ്റ് കൂടാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ട് കാണുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം എൻ്റെയും ഇതേപോലെ തന്നെ 7ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഉണ്ണിക്ക് ഇതേപോലെ വെയിറ്റ് കുറവാണെന്നുള്ളത്. ഡോക്ടർ അപ്പോൾ പറഞ്ഞത് നന്നായിട്ട് ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ഒരു പൗഡർ നമുക്ക് കലക്കി കുടിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ 5 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ചെക്കപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിട്ട് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോയിലും കൂടുതലായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കൂട്ടിയെടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം, രാത്രിയത്തെ ഭക്ഷണം ഇതൊക്കെ സാധാരണയേക്കാളും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ 2 ദോശ അതല്ല 3 ഇഡ്ഡലി ഒരു ചെറിയ കഷ്ണം പുട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറച്ചായിട്ട് കൂട്ടിയിട്ട് വരും. 2 ദോശ കഴിക്കുന്നിടത്ത് നമ്മളൊരു 3 ദോശ കഴിക്കുക. 3 ഇഡ്ഡലി കഴിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു 4-5 ഇഡ്ഡലി കഴിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ഇൻടേക്ക് നമ്മൾ കൂട്ടി കൊണ്ടുവരാം. ഉച്ചയ്ക്ക് ആയാലും അതെ, നമ്മൾ ചോറ് 1.5 കയ്യില 2 കയ്യില ചോറ് കഴിക്കുന്നെങ്കിൽ നമ്മൾ അതൊന്ന് 3 കയ്യിലാക്കിയിട്ട് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കാം. രാത്രിയും ഇതേപോലെ തന്നെ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ചൊന്ന് കൂട്ടുക, അല്ലെങ്കിൽ ചപ്പാത്തിയോ വേറെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എണ്ണം കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പം ഞാനും ഈ ഒരു രീതിയാണ് കേട്ടോ ആദ്യം തന്നെ ഫോളോ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഉച്ചഭക്ഷണം രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ അളവ് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല, എന്നാലും കുറേശ്ശെയായിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുവരാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കറിയായാലും ഉപ്പേരിയായാലും കുറച്ചും കൂടി കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിക്കുക എന്നുള്ളതാണ്. മുട്ടയിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസം ഒരു മുട്ട വെച്ചിട്ട് കഴിക്കാം. ഒന്നോ അതല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം മുട്ട എപ്പോഴും പുഴുങ്ങി കഴിക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം ഞാനെപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു മിഡ് സ്നാക്ക് ആയിട്ടാണ് കേട്ടോ കഴിച്ചിരുന്നത്. ഒരു 11 മണി 10:30യുടെ ഉള്ളിൽ ഒരു മുട്ട പുഴുങ്ങിയത് ആണ് കേട്ടോ കഴിക്കാറുള്ളത്. നമുക്ക് നാടൻ മുട്ട കിട്ടുന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മുട്ടയായാലും പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് കഴിച്ചിരുന്നതാണ് നേന്ത്രപ്പഴം. അപ്പോൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നിങ്ങൾ ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് കൂടാനായാലും അതേപോലെ തന്നെ ഉണ്ണിയുടെ വെയിറ്റ് കൂടാനായാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് കഴിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് അതേപോലെ ശർക്കര തേങ്ങ ഇതൊക്കെ ഇട്ടൊന്ന് വാട്ടിയിട്ട് അങ്ങനെയും കഴിക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞതാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കാനായിട്ട് സഹായിക്കും. കാരണം അതിൽ നമ്മൾ നെയ്യും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കൂടാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ്. ഞാൻ ചില ദിവസങ്ങളിൽ വെറുതെ കഴിക്കും, ചില ദിവസങ്ങളിൽ ഇതൊന്ന് ഇതേപോലെ നെയ്യിലൊക്കെ വാട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ വെയിറ്റ് കൂടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പാലും അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ. പാല്, തൈര്, അതേപോലെ തന്നെ വെണ്ണ, നെയ്യ്, ചീസ് ഇതൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ പാല് ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 2 നേരം പറ്റുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 നേരം കുടിക്കണോണ്ടും കുഴപ്പമില്ല. അതേപോലെ തന്നെ തൈരായാലും നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് തൈരിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് സബോളയോ പച്ചമുളകോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നെയ്യ്, വെണ്ണ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെയിറ്റ് കൂടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാല് വെച്ചിട്ട് ദിവസം കുടിച്ചിരുന്നു കേട്ടോ. അത് ചിലപ്പം വൈകുന്നേരം ആവട്ടെ മിക്കവാറും കുടിക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് വെയിറ്റ് കൂടാനായിട്ട് ഞാൻ കഴിച്ചിരുന്നതാണ് നട്ട്സ്. നട്ട്സിൽ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ.
ഞാൻ കൂടുതലായിട്ട് കഴിച്ചിരുന്നത് കാഷ്യൂനട്ട്, ബദാം, പീനട്ട് ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ വറുത്ത് വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഇടനേരത്തെ ഏതെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പം ഇതാണ് കേട്ടോ പിന്നെ നട്ട്സിലൊക്കെ കഴിച്ചിരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ കഴിക്കാം കേട്ടോ. ഇതന്നെ കഴിക്കണം നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ കഴിക്കട്ടെ. വാൾനട്ട്, പിസ്തയോ അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇതും നമ്മുടെ വെയിറ്റ് കൂടാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ കഴിച്ചിരുന്നതാണ് കേട്ടോ ഡേറ്റ്സ്, അതായത് ഈത്തപ്പഴം. അത് ഞാൻ ഏകദേശം ഒരു 3 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരു ദിവസം കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ വെയിറ്റ് കൂടാനായിട്ടായാലും അതേപോലെ തന്നെ ബ്ലഡ് വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതും ഞാൻ കഴിച്ചിരുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഒന്നെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങ് ഇതേപോലെ നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അതേപോലെ തന്നെ കപ്പ പുഴുങ്ങിയത്, മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം അത് ഡെയിലി ഇത് കഴിക്കണമെന്നില്ല. ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതും നമ്മുടെ വെയിറ്റ് ഗെയിനിന് വളരെ നല്ലതാണ്. ഞാനും ഇതേപോലെ തന്നെ ഒരു ദിവസം കപ്പ പുഴുങ്ങിയതൊക്കെ കഴിച്ചെങ്കിൽ പിന്നെ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ആയാലും നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം ഇതും നമ്മുടെ വെയിറ്റ് ഗെയിനിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഇതും നിങ്ങൾ വെയിറ്റ് കൂടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ വെയിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പയറുവർഗ്ഗങ്ങൾ. നമുക്ക് പയറ്, മുതിര, കടല ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫുഡിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ 3 നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് നെഞ്ചരിച്ചിൽ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും ഇതേപോലെ പയറുവർഗ്ഗങ്ങളും അതേപോലെ തന്നെ പരിപ്പൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ചെറുപയറും അതേപോലെ തന്നെ പരിപ്പൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടാനായിട്ട്. അപ്പം അതിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. എനിക്കും ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിൽ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെയാണെങ്കിലും ഒരു ദിവസത്തിൽ ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി കഴിക്കുന്ന ഒന്നായിരുന്നു കേട്ടോ ഒരു വെയിറ്റ് ഗെയിൻ ഷേക്ക് ഞാൻ കുടിച്ചിരുന്നു കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിറ്റ് ഗെയിൻ ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതും ഒരു ആപ്പിള്, അതേപോലെ തന്നെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 4 കാഷ്യൂനട്ട്, 4 ബദാമും, ഒരു 3 ഈത്തപ്പഴം, കുറച്ച് വാൾനട്ടും, അതേപോലെ തന്നെ ഒരു പിടിയോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് പാലുമാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിടുക കേട്ടോ. ഈ ഒരു ഷേക്ക് നിങ്ങൾ ഡെയിലി കുടിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ളൊരു വെയിറ്റ് ഗെയിൻ ഷേക്കാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഷേക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കാലത്തോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം, പക്ഷേ ഡെയിലി കുടിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ഷേക്ക് നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഉണ്ണി ജനിക്കാനായിട്ടായാലും നമുക്ക് ഈ ഒരു ഷേക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ചേർത്തിട്ട് പാലൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പാല് വെറുതെ കുടിക്കാനായിട്ട് ചില നേരത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു രീതിയിൽ ഷേക്ക് അടിച്ച് കുടിച്ചപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുടിക്കാനും സാധിക്കും. അതേപോലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് അങ്ങനെ വിശപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. ഒരു ദിവസത്തിൽ നമ്മളൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നല്ല നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന ടിപ്സ്, അതേപോലെ തന്നെ കഴിച്ചിരുന്ന ഫുഡ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണി 11 മണി ആ ഒരു സമയത്തായിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. അപ്പോൾ ഊണിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഉപ്പേരിയോ കറിയോ എന്തെങ്കിലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് തൈരും കൂടി കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ഒരു 4 മണി ആ ഒരു സമയത്തായിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കൂടുതലായിട്ട് ഞാൻ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് കാലത്തുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവിൽ കുഴയ്ക്കുക, അതേപോലെ തന്നെ അട ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത് എന്തെങ്കിലും സംഭവങ്ങളാണ് കേട്ടോ കഴിച്ചിരുന്നത്.
5 മണി ആ ഒരു നേരത്തൊക്കെ ആയിട്ട് പാല് കുടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷേക്കാണ് കേട്ടോ കുടിച്ചിരുന്നത്. പിന്നെ 7 മണി 7:30 ആ ഒരു അല്ലെങ്കിൽ 8 മണിയുടെ ഉള്ളിലായിട്ട് എന്തായാലും നമ്മൾ രാത്രിയിൽ ഭക്ഷണവും കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ടുള്ള മീൻ, അതേപോലെ തന്നെ ഇറച്ചി, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത്. കഴിവതും ബേക്കറി ഐറ്റംസ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അത്രയും ക്രേവിങ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കായാലും അതേപോലെ തന്നെ കുട്ടിക്കായാലും അധികം ദോഷങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഫുഡാവുമല്ലോ നമ്മൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ടിപ്സ് ഒക്കെ കേട്ടോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഈ ഒരു സമയത്ത് വെയിറ്റ് കുറവാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ 5 ആഴ്ച കൊണ്ട് കൂട്ടിയത് 2 കിലോയിലും മേലെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്സ് ഒക്കെയാണ് ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 3 നേരം അതല്ല 4 നേരം ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണ നമ്മളൊന്ന് കുറച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഒരു 6 അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 നേരമൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നാക്സോ ഷേക്കോ എന്തെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ ബേക്കറി ഐറ്റംസ് കഴിവതും ഒഴിവാക്കിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി നമ്മുടെ വെയിറ്റ് ഒക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ കടലയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം വെറുതെ ഉപ്പിട്ട് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ്, അതേപോലെ തന്നെ സബോള, കുക്കുംബർ ഇതൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം ഒരു ചെറിയ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിയിലൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അത്. ഇത് നമുക്ക് ഒരു മിഡ് മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വെള്ളക്കടലയിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ചെറുപയറായാലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിങ്ങനെ കുറച്ച് ആഴ്ചകളോളം ഫോളോ ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 ആഴ്ച കൊണ്ടൊക്കെ 2 കിലോ കൂടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.